ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ നമ്മൾ കമ്പനിക്കാരാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അത് കുഴപ്പമില്ല. എടാ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞൊരു ആളുണ്ട്, വീടിന്റെ ഓണർ. പുള്ളി ഇനി ഇച്ചിരി പൊക്കിയൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, വേറെ വിഷയങ്ങളൊന്നുമില്ല. അതാണ് വർക്ക്. ഇത് ഏതാണ് ഇവിടെ? ഇയാള് എടാ താനാ ഇവിടെ വന്നിരിക്കുന്ന? വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ ഓരോരുത്തരും വന്നിരുന്നോളും. എന്നാ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ ഒന്നും ആരുമല്ല. എടാ ചേട്ടാ ചോദിക്കുന്ന ഒരാള് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്നാ? ഞാനിവിടെ അല്ലാതെ ഇതിന്റെ വീട്ടിൽ വന്നിരിക്കണം. അയ്യോ അയ്യോ വർക്ക് ചേട്ടാ. അല്ല ഇത് നീ മുടിയൊക്കെ എപ്പോഴൊന്നും ഇങ്ങനെ വർക്ക് ചേട്ടൻ? ആ വർക്ക് ചേട്ടൻ ഇതിന്റെ വിഗ് വെച്ചേക്കുന്ന വിഗോ ഇതോ? സൂപ്പർ മുടി ആലോചിച്ചാണ് സ്വന്തം മുടിയത്. സ്വന്തം മുടി പോലെ ഇരിക്കുന്നല്ലേ ഇവനേതാ? അല്ല ഇവൻ നമ്മുടെ ഒരു ചങ്കാണ്. ഇവനെ വഴിയിൽ വെച്ച് വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് ഇരുന്ന് പോയി. അപ്പം എന്നെ വിളിച്ചതാ. ഇവനെനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് തമിഴ്നാട്ടിലെ സിനിമ അടിക്കുമ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്നാൽ വണ്ടി ആക്സിഡൻറ്റിൽ ഞാൻ കിടന്നപ്പോഴത്തേക്ക് എനിക്കുണ്ടല്ലോ 5 കുപ്പി ബ്ലഡ് എനിക്ക് വേണ്ടി തന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് നമ്മൾ നീ കൊണ്ടുപോയിക്കോ. ഇവിടെ വരുത്തമ്പട്ടികൾക്ക് ചോറ് കൊടുക്കത്തില്ല. ചേട്ടാ പറ്റൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ മാത്രമേ നിൽക്കുള്ളൂ. ഇവൻ തന്നെ ഒരു അധികം പറ്റാ ഇവിടെ. ഒന്നും കുഴപ്പമില്ല. ഇയാളിങ്ങനെയൊക്കെ പറയും. ആരാൻ്റെ അല്ല അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യപ്പറ്റി കാണിക്കണം. നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആളെ നിന്റെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കണ്ട. അങ്ങനെയൊന്നല്ലേ. ക്ലാരാൻ്റിയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവനൊക്കെ ഇങ്ങനെ വന്നതാ ഇവന്മാർ രണ്ടുപേരും. ചേട്ടൻ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു ഇല്ല, ഒരു നടന്റെ ലുക്കില്ലേ? നല്ല ലുക്കൊക്കെ ഉണ്ട്. അല്ലു അർജുന്റെ ഒക്കെ ഈ ഇത് മുടി കണ്ട ചേട്ടൻ വെച്ച് തോന്നുന്നില്ല. ഒറിജിനൽ മുടി. അല്ലു അർജുന്റെ ഒക്കെ മറ്റേ പഴയ 2ാമത്തെ സിനിമക്കില്ലേ ഇത് ആര്യ, അതിലൊക്കെ കാണുന്ന പോലെ എന്നാ ലുക്കാ ചേട്ടന്. ഞങ്ങളെന്നാ അതോടെ അല്ലട്ടെ. എന്നാ പറയാൻ നേരമില്ല. ഇതിലെങ്കിലൊക്കെ വാ. മുടി വെച്ചത് വെറുതെ ആയിട്ടില്ല. ഈ ടൂർ ഗ്രൂപ്പിന്റെ കൂടെ അങ്ങ് ടൂർ പോയാലോ? ഉണ്ട്. എന്നാടാ ഞാനിങ്ങനെ ചുമ്മാ ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് അടുക്കളയൊക്കെ ഒന്ന് കാണണമല്ലോ. ഓ വർക്കിച്ചനോടാ വിഗൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നിന്നെ ഒക്കെ പോലെയാണോ? അല്ല ചെറുപ്പക്കാരനായി ഇപ്പൊ കണ്ടിട്ട്. ആ എന്റെ വർക്കിച്ചാനെ ഞാൻ ഇത്തിരി ഒന്ന് സ്റ്റൈലിഷ് ആക്കി എടുത്തു. നീയൊക്കെ പാവത്തിനെ പറഞ്ഞു പറ്റിച്ചില്ലേ? അല്ല ഞങ്ങൾ അങ്ങനല്ലേ. ഗോമൂത്രം കൊണ്ട് തല കഴുകാൻ മുടി വളരുമൊന്നും വേണ്ട. അങ്ങേരാ എന്തുവാ ആ തൊഴുത്തിന്റെ അകത്ത് നിന്ന് മാറുന്നില്ലായിരുന്നു. ഞങ്ങള് തമാശ. ഞാൻ കാശ് മുടക്കിയപ്പോ വിഗ് തലേ കയറിയത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതെ ക്ലാരാൻഡി, ഞാനേ വന്നതേ എൻ്റെ ഒരു സുഹൃത്ത്, അതൊരു സിനിമാക്കാരനാണ്. അവന് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അവന് ഇവിടെ ലൊക്കേഷൻ നോക്കാനൊക്കെ ആയിട്ട് വന്നായിരുന്നു. എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ വിളിച്ചൊന്ന് കാണിക്കാൻ അല്ല അത് കാണിക്കാം. പക്ഷെ ഇന്ന് അവന് സ്റ്റേ ചെയ്യാൻ വേറെ സ്ഥലമില്ല. അപ്പൊ ഇവിടെ ഒന്ന് റൂം എടുക്കണം. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു റൂമൊക്കെ ഇനി പിന്നെ വണ്ടിയില്ലല്ലോ. ആ വണ്ടിയില്ലല്ലോ. ശരിയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ വന്നിട്ടില്ല. അപ്പൊ ഒരു ദിവസത്തേക്കല്ലേ. ഇവിടെയോ? ഒന്ന് പോടാ അവിടുന്ന്. ഇവിടെ 3 പ്രായപൂർത്തിയായ പെമ്പിള്ളേരുള്ള വീടാ. 3 പേര്. പിന്നെ ഞാൻ എന്നെ പെണ്ണല്ലേ? അതല്ല അല്ല അവൻ അങ്ങനെ കുഴപ്പക്കാരനല്ല. അവൻ സിനിമക്കാരൻ, അവൻ സ്റ്റാൻഡേർഡ് അല്ലേ. എന്നാൽ ഈ സിനിമാക്കാരെയൊക്കെ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജീവ? സിനിമാക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കൺട്രോളറാ. അപ്പൊ കുഴപ്പമില്ല, ആള് കുഴപ്പമില്ല. എനിക്കത്ര വിശ്വാസം പോരാ. അല്ല ഈ റൂമൊക്കെ എടുക്കണമെങ്കിൽ പിന്നെ അങ്ങ് പോകണം. മാത്രമല്ല എനിക്ക് പുള്ളിയായിട്ടൊരു കണക്ഷൻ പിടിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. നിനക്ക് പ്രയോജനമുണ്ടോ? ആ എനിക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ്. അതായത് നിനക്ക് സിനിമ ചാൻസ് കിട്ടുമോ? ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുള്ളിയായിട്ടൊന്ന് ഒന്നുകൂടെ അവനുമായിട്ടൊന്ന് ഇവിടെ ഒരു അക്കോമഡേഷൻ കൊടുത്താ ഒരു നീ നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുമോ? മാറ്റം വരും, ഉറപ്പാണ്. ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ അതൊക്കെ വലിയൊരു കാര്യമായിരിക്കും. എന്നാ ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്തായാലും നീ സമാധാനപ്പെട്. ശരിയാവണേ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആൻറ്റിയോട്. അല്ല പറഞ്ഞിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് ബിലാൽ, ഫോർട്ട് ബിലാൽ. ബിലാലാ? ആ ജാലിക്ക. എന്നിട്ട് ഈ മുണ്ട് വലത്തുപാടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ
പാലക്കാട് അവിടെ അഗ്രഹാരത്തിലെ ഷൂട്ട്. ക്യാരക്ടർ ഭാഷ ക്യാരക്ടർ ആ അതെ, അവിടെ ഈ സ്ലാങ്ങിൽ സംസാരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ചത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ശരിയായി കൊടുക്കും, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. പകൽ ഫാസിലൊക്കെ പിടിക്കുന്ന പോലെ എടാ മോനെ എന്നൊക്കെയുള്ള ആവശ്യത കണ്ടില്ലേ, അത് ക്യാരക്ടറാ. കുറച്ച് ദിവസം കഴിയും ഇറങ്ങാൻ. അതെ അതെ. അല്ല എനിക്ക് അങ്ങോട്ടൊരു ഇല്ല ചേച്ചി, ഞാൻ പ്രശ്നക്കാരനല്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇനി പ്രശ്നക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഒരാഴ്ച താമസിക്കുന്നതിന്റെ പൈസ കൃത്യമായിട്ട് തരണം. അതോ കറക്റ്റായിട്ട് തരും, അതിലൊന്നും വിഷയമൊന്നുമില്ല. എനിക്ക് കാറ് നാളെ ശരിയായി കിട്ടിയ നാളെ. ഒരാഴ്ച അല്ലല്ലോ എന്തിനാ നിക്കുന്നത്? ഇപ്പൊ ഒരു വണ്ടിക്കാരനെ വിളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ദിവസം കൊണ്ട് നന്നാക്കി തരും. കാരണം അതെ ഓടിക്കാറാ, അതിന് സെൻസർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കുറേ ദിവസമൊക്കെ പിടിക്കും. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച പിടിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് റെഡിയാക്കി തരാൻ ആള് പറഞ്ഞ്. അപ്പം അതുവരെ ഒന്ന് ജീവ, നിന്റെ ഒറ്റ ഉത്തരവാദിത്തത്തിലാണ് നിർത്തുന്നത്. പൈസ കൃത്യമായിട്ട് മേടിച്ച് തന്നോളാം. ഇല്ലേ ചേച്ചി, ആള് നില ഞാൻ തരും. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം, ഇവിടെ 2-3 പെണ്ണുങ്ങളുണ്ട് പ്രായമായ, അതായത് പ്രായമായതല്ല പ്രായപൂർത്തിയായത്. അപ്പോൾ ആ വശത്തേക്ക് നോക്കരുത്. നോക്കിയ അടിച്ചെപ്പയ്ക്ക് വീഴും ഈ ആന്റി അടി. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞോളാം. കേട്ടല്ലോ പറഞ്ഞു അക്കാര്യത്തില് ജീവ നോക്കിക്കോ. ഈ പറഞ്ഞാല് 2-3 പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ ഒരു പെണ്ണ് ആന്റിയാണ്. പിന്നെ അതാണ് അത് നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാൻ പോണ്ട. പിന്നെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് എൻ്റെ കൂട്ടുകാരൻ്റെ ലൈനാണ്. ലൈനാണ് ഇരിപ്പുണ്ട്. പിന്നെ ആളുമായിട്ട് ഞാൻ ഇച്ചിരി സെറ്റപ്പിലാണ്. അപ്പൊ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എടി കൊറേ നേരം ഞാൻ ചോദിക്കാൻ വരികയാണ്, നിന്റെ മുഖത്ത് എന്താ ഒരു കടന്നിൽ കുത്തിയ പോലെ ഇരിക്കണ? എടി ആ ജീവനുണ്ടല്ലോ, പുതിയ ഒരുത്തനെയും കുട്ടി വന്നിട്ടുണ്ട് ആ കിരണിന്റെ ഗ്യാപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അവനെ കണ്ട ആകെ മൊത്തം ഒരു ഉടായ്പ മണക്കുണ്ട്. പക്ഷെ നിനക്ക് ഇത് തന്നെ പറയാനുള്ളൂ? ഒരാളെ കാണുമ്പോൾ കാണുന്നതിന് മുന്നേ പ്രശ്നക്കാരനാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ എന്തിനാ? എടി നീ എന്തിനാ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിക്കണേ? ജീവിതത്തിൽ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. നീ അവനെ കണ്ടോ? നീ കണ്ടോ അവനെ? അങ്ങനെ അല്ലെങ്കിലോ? അങ്ങനെ ആണെങ്കിലോ? അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അവനെ കണ്ടറിയാം. എടി ഒന്നില്ലെങ്കിൽ ആ ആന്റി ഇത്രയും നല്ല ആൾക്കാരല്ലേ ഈ വീട്ടിൽ താമസിപ്പിക്കുള്ളൂ നിന്നെ പോലെ. നീ ഒരുപാട് അങ്ങ് ഇതാക്കല്ലേ കേട്ടാ. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ലേ. അവനെ എങ്ങനെ പുറത്തേ അടിക്കാന്നാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കടോ. എനിക്ക് ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് സേഫ്റ്റി വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവനെ കണ്ട ഉടായ്പുണ്ട്. നീ ഞങ്ങളുടെ അവനെ പുറത്തിറക്കാൻ പറയാം ആന്റിയോട്. ആന്റിയോട് ഞാൻ പോയി പറഞ്ഞ ആന്റി ആദ്യം നിന്നെ പുറത്തിറക്കാൻ പറയും. ഓ അതും ശരിയാണല്ലോ അല്ലേ? അതല്ലേ പ്രോബ്ലം. പക്ഷെ ആ വന്ന ആ കള്ളത്തിരുമാലി ഞാൻ ഇവിടുന്ന് ബോംബ് വെച്ച് ഓടിക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. അത് പിന്നെ സാറേ വേറൊന്നുമല്ല, ഞാൻ അവരുടെ മുമ്പിലൊക്കെ എടാ പോടാന്ന് വിളിക്കുന്ന വേറൊന്നുമല്ല. നമ്മള് കൂട്ടുകാരാണെന്ന് അറിഞ്ഞാലേ സാറ് വേറെ ഒന്നും വിചാരിക്കുന്നത്. ഞാൻ ഇവരൊക്കെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് അഭിനയിക്കുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കും. മനസ്സിലായി. സെന്റിമെന്റ്സ് സീനൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും. അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ലാതെ. കോമഡി അത്യാവശ്യം നന്നായിട്ട് ഉണ്ട്. ഞാൻ കുളിക്കാൻ പോയിരുന്നു. ഇതന്നെ ഈ കിരീടമൊക്കെ ഇങ്ങനെ കിരീടം വെച്ചല്ല പോയി. ചേട്ടനെ വെങ്കിയോടെ പോയി കുളിക്കാൻ പോയതായിരുന്നു. കുളിക്കാൻ പോയപ്പോഴേ മുണ്ടും അടിവസ്ത്രവും എന്റെ വിഗും കൂടി ഞാൻ കരക്കി വെച്ചിരുന്നു. തോക്കുമ്പോ ഗോപാലന്റെ പശു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കടിച്ചോട്ട് ഓടി. എന്നോട് എന്താ പറയും? അതില്ലാതെ വീട്ടിൽ കയറാൻ പറ്റത്തില്ലേ? നമുക്ക് അല്ല നമുക്ക് ആടത്ത് പോയി തിന്നിട്ടില്ലെങ്കിലോ ഒന്ന് കണ്ടുപിടിക്കണം. പശുവിന്റെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? പശുവിന്റെ എന്തെങ്കിലും അടയാളം? കറുത്ത പശുവാണോ? അല്ല അതില് വെള്ള കളറിനാണ്. വെള്ള കളറിലും അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമാ. മുടി കറുപ്പല്ലേ? അല്ല അത് ചേട്ടൻ കരയണ്ട, ഞാൻ കണ്ടുപിടിച്ചോരും. ക്ലാരാന്റിയോട് ഞാൻ പറഞ്ഞോളാം. അല്ല ക്ലാരാന്റിയുടെ പശു എന്റെ അടിവസ്ത്രം കൂടിയാണ് കൊണ്ടുപോയത്. അടിവസ്ത്രം കൊണ്ടുപോയാ? ഇത് മാത്രമല്ലേ ഒന്നിച്ചായിരുന്നു ഞാൻ വെച്ചിരുന്നത്. പശു തന്നെ ആയിരിക്കും. പശു തന്നെയാ, ഞാൻ കണ്ടതാ. അത് അവിടെ നിന്ന് മേയണത്. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഒന്നുകൂടെ പോയി കുളിച്ചോ. ഞങ്ങൾ ആ പശുവിനെ പശുവിനെ നോക്കിയിട്ട് നിങ്ങൾ കടവിൽ പോയി നോക്കും, ഞാൻ അപ്പുറത്ത് കവലയിലുണ്ടാവും.